നമസ്കാരം. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ കടുത്ത പ്രഹരമേൽപ്പിക്കാൻ US സെനറ്റിന്റെ നീക്കം. റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്ന ഇന്ത്യയും ചൈനയും അടക്കമുള്ള 5 രാജ്യങ്ങൾക്ക് മേൽ 100% വരെ മാരകമായ ഉപരോധ തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന പുതിയ ഉപരോധ ബില്ലിന് US സെനറ്റിൽ വൻ മുന്നേറ്റം. അന്തരിച്ച പ്രമുഖ സെനറ്റർ ലിൻസി ഗ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ നടന്ന നിർണായകമായ പ്രാരംഭ വോട്ടെടുപ്പിൽ 86-12 എന്ന വൻ ഭൂരിപക്ഷത്തിലാണ് ബിൽ ആദ്യ കടന്നത്. ചെറിയ ഭേദഗതികളോടെ ഈ ആഴ്ച തന്നെ ബിൽ സെനറ്റിൽ അന്തിമ വോട്ടിങ്ങിന് വെക്കുമെന്നും പാസ്സാകാൻ പൂർണ്ണ സാധ്യതയുണ്ടെന്നുമാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിൽ നടന്ന ഗ്രഹാമിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും എത്തിയ അതേ ദിവസമാണ് ഈ നാടകീയ നീക്കം നടക്കുന്നത്. വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ സെലൻസ്കി സെനറ്റ് ഗ്യാലറിയിൽ ഇരുന്നാണ് ഈ ചരിത്രപ്രധാനമായ വോട്ടെടുപ്പ് വീക്ഷിച്ചത്. 11 ഡെമോക്രാറ്റുകളും കെന്റക്കിയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ അംഗമായ റാൻഡ് പോളും ഉൾപ്പെടെയുള്ള 12 അംഗങ്ങൾ മാത്രമാണ് ബില്ലിനെ എതിർത്തത്. ലിൻസിയോ ഗ്രഹാം സാങ്ഷനിങ് റഷ്യ ആക്ട് ഓഫ് 2026 എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ബില്ലിൽ റഷ്യയെ പൂട്ടാനുള്ള വ്യവസ്ഥകൾക്ക് പുറമെ ഈ വർഷ അവസാനത്തോടെ കാലാവധി അവസാനിക്കുന്ന ഇറാൻ ഉപരോധങ്ങൾ പുതുക്കുന്നതിനുള്ള കർശന വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ മറ്റ് സഖ്യകക്ഷികളെ ബാധിക്കാത്ത രീതിയിലാണ് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ചൈനയും ഇന്ത്യയും കൃത്യമായി ലക്ഷ്യമിടുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണയും വാതകവും വാങ്ങി അവരുടെ യുക്രൈൻ അധിനിവേശ യുദ്ധത്തിന് പണം നൽകുന്നത് ഇന്ത്യയും ചൈനയുമാണ്. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ അവർ തങ്ങൾക്ക് യാതൊരു സഹായവും ചെയ്യുന്നില്ല. വോട്ടെടുപ്പിന് ശേഷം സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്തൽ രോഷത്തോടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയറിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജൂണിൽ മാത്രം 34% വർധനവോടെ 4.5 ബില്യൺ യൂറോയുടെ റഷ്യൻ എണ്ണയാണ് ഇന്ത്യ വാങ്ങിക്കൂട്ടിയത്. ഇന്ത്യക്കും ചൈനയ്ക്കും പുറമെ അസർബൈജാൻ, ഹംഗറി, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളാണ് പുതിയ ബില്ലിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത്. സെനറ്റും പ്രതിനിധി സഭയും ബിൽ പാസാക്കിയാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ ഭീമമായ തീരുവ ചുമത്താനുള്ള സർവ്വ അധികാരവും ട്രംപിന് ലഭിക്കും. കൃത്യമായ തീരുവ നിരക്ക് US ട്രേഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫീസ് നിശ്ചയിക്കും. എന്നാൽ ഈ തീരുവകൾ ചുമത്താനുള്ള അധികാരം ട്രംപിന് നൽകുക മാത്രമാണ് ബില്ല് ചെയ്യുന്നതെന്നും അത് ഉടൻ തന്നെ നടപ്പിലാക്കാൻ ട്രംപിന് മേൽ നിർബന്ധമില്ലെന്നും അമേരിക്കൻ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. റഷ്യൻ ബന്ധത്തിൽ ഇന്ത്യക്ക് മേൽ കടുപ്പിക്കുന്ന US നയം വരും ദിവസങ്ങളിൽ നയതന്ത്ര ചർച്ചകൾക്ക് വലിയ പാങ്ങുകൂട്ടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ് ഏത് രാജ്യത്തിനോട് വ്യാവസായിക രീതിയിൽ ബന്ധപ്പെടണമെന്നുള്ളത്. ഏത് രാജ്യത്തിൽ നിന്നും എണ്ണ മേടിക്കണം, ഏത് രാജ്യത്തിനെ മാർക്കറ്റാക്കണം, ഏത് രാജ്യത്തിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങിക്കണം എന്നതൊക്കെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരമാണ്. റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് എണ്ണ ലഭ്യമാകുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് കുറഞ്ഞ ചെലവിൽ അത് ലഭ്യമാകുന്നതുകൊണ്ടാണ് അമേരിക്ക മുന്നിട്ട് നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ റഷ്യ മറുപക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യക്ക് അവിടെ നിന്നും എണ്ണ മേടിക്കാൻ പാടില്ല. മേടിച്ചാൽ തന്നെ 100% താരിഫ് എന്നതൊക്കെ ക്രൂരമായ രീതിയാണ്. എന്തായാലും പുത്തൻ നയതന്ത്ര ചർച്ചകൾക്കാണ് പുതിയ ബില്ല് വഴിവെച്ചിരിക്കുന്നത്.